അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജമാഷ്. കഴിഞ്ഞ ഒരു 42 വർഷം അക്കൗണ്ടൻസി പഠിപ്പിച്ച പരിചയസമ്പത്ത് എനിക്കുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ പരിചയപ്പെടുത്തി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഏകദേശം മനസ്സിലാക്കി. ഇന്ന് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട് ആൻ അക്കൗണ്ട്. സെറ്റിംഗ് ഫോർ ദ വേരിയസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് in order to find out the financial position. Balance sheet is a statement setting forth the various assets and liabilities on a particular date. ഒരു പ്രത്യേക ദിവസത്തെ, അതായത് 31 ഡിസംബർ 2020, 25, 26 ഏതെങ്കിലും ഒരു ദിവസത്തെ, അല്ലെങ്കിൽ 31 മാർച്ചിലാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. ഒരു വർഷത്തെ അല്ല, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ. അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ദ ലയബിലിറ്റി സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ദ അസറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റ് ഹെഡിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ സോ ആൻഡ് സോ. ലയബിലിറ്റീസ് എമൗണ്ട് അസറ്റ്സ്. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്, നോൺ കറണ്ട് ലയബിലിറ്റീസ്, ദെൻ കറണ്ട് ലയബിലിറ്റീസ്. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്. രണ്ട് സൈഡ് കൂട്ടിയാൽ തുല്യമാണ്. ഇത്രയൊക്കെ ബാലൻസ് ഷീറ്റിൽ പഠിക്കാം. Thank you.